നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇനി 6 ദിവസം കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ പ്രമോ വന്നിട്ടുണ്ട്. വെറും സാധാരണമായ ഒരു ബിലോ ആവറേജ് പ്രമോയാണ് വന്നിരിക്കുന്നത്. 6 ദിവസം ഇനിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോട്ടെ, അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ എന്നിട്ടല്ല, അത് എന്തിരിക്കുന്നതിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറയാൻ വന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഇപ്പൊ സീസൺ 6ന്റെ ഒരു വലിയൊരു ചതിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ഇതൊരു ചതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മുടെ കോമണേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് സാധാരണക്കാരെ കൊണ്ടുവരുന്നു. 2 സാധാരണക്കാരൻ അല്ലെങ്കിൽ 2 കോമണേഴ്സ് ഈ പ്രാവശ്യം ഇവർ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഉണ്ടാകുമെന്നൊക്കെ വിളംബരം ചെയ്ത് 2 പേരെ അവരെന്ത് ചെയ്തു, നമ്മുടെ മുന്നിലേക്ക് ഇട്ടു, നമ്മുടെ മുന്നിലേക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. ഇവരാണ് ഈ പറയുന്ന 2 പേരാണ് കോമണേഴ്സ് ആയിട്ട് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വരുന്നതെന്ന് മുൻകൂട്ടി നമുക്ക് കാണിച്ചു തന്നു. അതില് 2 പേര് റസ്മിൻ ഭായിയും നിഷാനയനും ഈ പറയുന്ന 2 പെൺപുലികളെയാണ് അവരെന്ത് ചെയ്തത്, കോമണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണിച്ചത്. ആക്ച്വലി ഇവർ കോമണേഴ്സ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ റസ്മിൻ ഭായി ആയിക്കോട്ടെ നിഷാന എന്നെ ആയിക്കോട്ടെ, ഇവർ 2ഉം കോമണേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവരെ പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ റസ്മിൻ ഭായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയാൽ ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് നിന്നുകൊണ്ട് ഫോട്ടോസ് എടുത്തിരിക്കുന്നു. ഉടൻ പണം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവാണ്. ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റയിൽ അവർ വരുമ്പോൾ തന്നെ 4000-ന് പുറത്ത് അവർക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നിഷാനെ ചോദിച്ചാലും അവരും ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു കോമണേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരിക്കലും ഒരു കോമണേഴ്സ് ഒന്നല്ല. അവരെന്താണ് ഈ പറഞ്ഞ നിഷാന എന്ന് പറയുന്ന കൊച്ചാണെങ്കിൽ എന്താണ്, പല ട്രാവൽ ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, ഒരുപാട് ഫോട്ടോസും സെലിബ്രിറ്റിയോട് നിന്നുള്ള ഫോട്ടോസ് വരെ ഉണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവരെങ്ങനെ കോമണേഴ്സ് ആവും? അപ്പൊ ഒരു ചതിയല്ലേ അവിടെ നടന്നിരിക്കുന്നത്. അതായത് കോമണേഴ്സിന് സാധാരണക്കാരന് ഇട്ടുകൊടുത്തൊരു പണിയല്ലേ. ഇപ്പൊ ഈ ലക്ഷത്തോളം വരുന്ന സാധാരണക്കാർ, ഇതൊന്നും സോഷ്യൽ മീഡിയ എന്തെന്നറിയില്ല, വലിയ സാധാരണയിൽ നിൽക്കുന്ന കഴിഞ്ഞ വട്ടത്തെ ഗോപികയെ പോലെ. ഗോപിക ഒരു കോമണർ ആയിരുന്നു, മനസ്സിലായോ? അവർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവും കാര്യങ്ങളും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് ആർക്കും അറിയത്തില്ല. ഇവരെ മിക്കയാർക്കും അറിയാം, മിക്കണത്തിന് അവരെ അറിയാം. ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ അവർക്ക് വലിയ ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് പോലെ ഒരു സെലിബ്രിറ്റി ഒരു പരിവേഷം അവർക്കുണ്ട്. ഇവരെ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന പോലെ കോമണേഴ്സ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഇവരൊക്കെ വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന 2 പേരാണ്. അതല്ലേ നിങ്ങൾ ചിന്തിച്ചു വെച്ചാൽ ഈ 2 പേരും അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം സെലിബ്രിറ്റിയായിട്ടുള്ള ബന്ധങ്ങളും ഫോട്ടോസും അത്യാവശ്യം ഈ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നവരൊക്കെയാണ്. അവരെങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കോമണേഴ്സിന്റെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്നത്? മനസ്സിലായി. അപ്പൊ ലക്ഷത്തോളം വരുന്ന ആൾക്കാർ കോമണേഴ്സിനെ എടുക്കുന്നു പറഞ്ഞ് എത്രയോ പാവപ്പെട്ടവർ, മനസ്സിലായോ, അവരൊക്കെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് നേരെ അവരോട് കാണിച്ചൊരു ചതിയല്ലേ ഇത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഒരിക്കലും ഇവരെ ബ്ലെയിം ചെയ്യുന്നില്ല. ഈ രശ്മിൻ ഭായിനെയോ അല്ലെങ്കിൽ നിഷാനെയോ ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല. അവർ ചിലപ്പോൾ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതോ ഇനി കോമ്പിനേഷൻ നമ്മളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതാണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കാട്ടി ഇവരിപ്പം ഡയറക്റ്റ് അപേക്ഷിച്ചാലും ചിലപ്പോൾ ഇവർ എടുക്കുമായിരുന്നല്ലോ. ഇപ്പൊ നമ്മളെ കിട്ടിയ ലിസ്റ്റ് പോലും ഇവരത്ര പോലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തവർ ഈ ലിസ്റ്റിനകത്തുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ രീതിയിൽ എടുത്തവരുണ്ട്. ഇവരൊക്കെ ഇത്തിരി കൂടി എക്സ്പ്ലോർ ആയി, ഇത്തിരി കൂടി പോലെ ഒരു എന്താ പറയുന്നത്, പല സെലിബ്രിറ്റിയുമായിട്ട് ഫോട്ടോസ് എടുക്കുന്നു, നല്ല രീതിയിൽ അവരെ നടക്കുന്നു. അവരെങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും? ഇതൊരു ചതിയായിട്ടായിരിക്കുന്നു. ഇതൊരു വന്നൊരു തേപ്പായി പറഞ്ഞ മലയാളം എന്റെ ഭാഷ പറഞ്ഞത് തേപ്പ്, പക്ക തേപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഇവരെ അപേക്ഷിച്ചിട്ടുണ്ടോ? അത് ഈ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കോമണേഴ്സ് എന്ന് പറഞ്ഞ് 2 പേരെ കൊണ്ട് കോമണർ ഇങ്ങനെയാണോ? സാധാരണക്കാരൻ ഇങ്ങനെയാണോ? സാധാരണക്കാരൻ ഇങ്ങനെ കിടന്നു ഈ പറയുന്ന ബൈക്കിലും മറ്റേതൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നവരാണോ സാധാരണക്കാർ? സെലിബ്രിറ്റിയോട് കൂടെ ഒക്കെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ഇത്രയും 4000-ൽ പരം ഈ പറയുന്ന എന്താണ് ഫോളോവേഴ്സിനേക്ക് ഉണ്ടാക്കുന്നവരാണ് സാധാരണക്കാർ. ഞാൻ അങ്ങനെ പെടുത്തുന്നില്ല. ഞാൻ ഇവരെ പെടുത്തുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ, അങ്ങനത്തെ കാറ്റഗറി ബിഗ് ബോസിനകത്തുണ്ട്. ആ കാറ്റഗറിയിൽ പെടുന്നവർ എങ്ങനെ കോമണേഴ്സ് ആവും? അങ്ങനെ ഇവരെ കോമണേഴ്സ് എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കോമണേഴ്സ് സാധാരണക്കാരനുള്ള അവർക്ക് ഇട്ട് കൊടുത്ത ഒരു പണിയില്ല, അല്ലെ അവരോട് കാണിച്ച ചതിയല്ലേ എന്നുള്ളതാണ്. ഇനി ബിഗ് ബോസിനകത്ത് ഈ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുമ്പോൾ ഏത് സീസണിൽ ഏത് ലാംഗ്വേജ് നോക്കിയാലും ഈ കോമണേഴ്സിനെ കൊണ്ടും അവർക്ക് പ്രത്യേക ഈ പ്രേക്ഷകരിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു സ്നേഹം റീസെന്റ് തുടക്കം ഉണ്ടാവും. അപ്പൊ ഗോപിയൊക്കെ കഴിഞ്ഞോട്ട് വന്നപ്പോൾ ഗോപിയൊക്കെ കുറച്ച് സപ്പോർട്ട് ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് പറയുക, പാവപ്പെട്ടവരല്ലേ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണേ, അവരുടെ ജീവിതം മാറിപ്പോട്ടെ എന്ന് പറയുന്ന മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഇനിഷ്യലി അവർക്ക് ഉണ്ടാവും. അവർ ഒരു നല്ല രീതിയിൽ അവർ കളിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ടോപ്പ് 5 വരെ പോകാനും പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പാണ്. പക്ഷെ ഇവരെ നമ്മൾ എങ്ങനെ കോമണേഴ്സ് ആയിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റും? എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. ഇവരെ കോമണേഴ്സ് ആയിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ കണക്കാക്കില്ല. ഇവരെ ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഇവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ കോമണേഴ്സ് പാവമല്ലേ വരട്ടെ,
അങ്ങ് ജീവിച്ചു പോട്ടെ, അല്ലെങ്കിൽ അവരെ ജീവിതമെങ്കിലും അവരൊരു കുടുംബം രക്ഷപ്പെട്ടെ എന്നൊരു ചിന്ത നമുക്ക് വരില്ല. അതവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഇപ്പം ഈ പറയുന്ന പ്രേക്ഷകരിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരെ ഒരു സാധാ ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് ഞാൻ കാണുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ സാധാ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മാത്രമേ ഞാൻ ഇവരെ പെടുന്നുള്ളൂ. ഇവരൊരിക്കലും ഒരു കോമണൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.